ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മധുരയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. എറണാകുളത്ത് നിന്ന് രാത്രി ബസ് കയറി രാവിലെ മധുരയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് മധുരൈ ബസ് സ്റ്റാൻഡാണ്. അത്യാവശ്യം നല്ല വിശാലമായ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ 6-6:30 ആയിട്ടുള്ള സമയം, എന്നാലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡിൽ കയറിയപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ട ഒരു അമ്മച്ചി ഇങ്ങനെ തലയിൽ ചുമന്നുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ തന്നെ എന്തൊരു ഭാരമാണ് അവർ, പക്ഷേ എളുപ്പത്തിലാണത് തലയിലൊക്കെ വെച്ച് പൊക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ മിക്ക കടകളിലും ടിഫൻ എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോർഡും വെച്ച് നമുക്ക് 6-6:30 തോന്നില്ല കേട്ടോ. ഒരു രാവിലെ ഒരു 9-10 മണിയുടെ ഒരു ഫീലാണ്. എല്ലാവരും തന്നെ ആക്റ്റീവാണ്. പിന്നെ മധുരൈ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിന് ഫേമസ് ആണ്. മധുര മല്ലി എന്ന് പറയും ഈ മുല്ലപ്പൂവിന്. അപ്പോൾ ഞാൻ അവിടെ ഒരു കച്ചവടക്കാരനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും വില അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുല്ലപ്പൂവ് കുറച്ച് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇത് 50 രൂപ എത്രയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അളവിന് എത്രയാണ് പറയണത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 100 മുല്ലപ്പൂവിന് 50 രൂപ തന്നെയാണ് മിക്കയിടത്തും. കണ്ടോ, ഇങ്ങനെ നിരന്നിരിക്കും ആൾക്കാർ. കന്നുകാലിയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെയും പൂക്കച്ചവടം തന്നെയാണ് അവിടെ. പിന്നെ ഞങ്ങൾ ബസ് കയറി വന്നപ്പോഴത്തേക്കും ശരവണ സ്റ്റോഴ്സിൻ്റെ ഒരു ഷോറൂമാണ് അത് കണ്ടത്. ഇപ്പോൾ പിന്നെ മീനാക്ഷി മിഷൻ ഹോസ്പിറ്റലാണ് അടുത്ത് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. മധുരയിലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. ഭയങ്കര ഫേമസ് ആണ് ഈ ഹോസ്പിറ്റൽ. അത്യാവശ്യം എമർജൻസി കേസുകളും മിക്ക എന്താ പറയുക വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞു വിടുന്നത് ഇവിടെയാണ്. അത്രയ്ക്കും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലാണ്. പിന്നെ ആ കാഴ്ചകളും കണ്ട് നമ്മൾ അങ്ങനെ ബസ്സിലിരുന്ന് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്രാവശ്യം കാറിലല്ല, ബസ്സിലാണ് നമ്മുടെ യാത്ര. പിന്നെ ശരവണ ഭവനും അങ്ങനെ നമ്മൾ കാണുമ്പോൾ 6 മണിയല്ല അവിടെ, ശരിക്കും ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ സിറ്റിയിൽ എന്താണോ അവസ്ഥ അതായിരുന്നു. മിക്കവരും യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്സിൽ ആൾക്കാർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് കീർത്തി. ബൈ.